ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 332 63ാമത്തെ ഉപനിഷത്തായിട്ട് ചാന്തോഗ്യോപനിഷത്താണ് നോക്കുന്നത്. അതിൽ അധ്യായം 1 ഖണ്ഡം 4 നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇവിടെയും ഉദ്ഗീതത്തെ പറ്റി തന്നെയാണ് പറയുന്നത്. എന്താണ് അതിൽ ദേവന്മാരും അസുരന്മാരും എന്താണെന്ന് പറയുകയാണ്. സൃഷ്ടിയുടെ തുടക്കത്തിലുള്ള രണ്ട് പ്രതിഭാസങ്ങളാണ് ദേവന്മാരും അസുരന്മാരും. അതിൻ്റെ സ്വഭാവ വിശേഷങ്ങളാണ് പറയുന്നത്. ദേവന്മാർ അസുരന്മാരുടെ പാപത്തെ ഭയന്നുകൊണ്ട് ത്രയീവിഹിതമായ കർമ്മം ആരംഭിച്ചു. ദേവന്മാർ അസുരന്മാരുടെ പാപത്തെ ഭയന്നുകൊണ്ട്, എന്താണ് ദേവന്മാരും അസുരന്മാര്? പാപം എന്നെല്ലാം പറയുന്ന അസുരന്മാർക്ക് പാപം, ദേവന്മാര് പുണ്യം. നമ്മൾ സൃഷ്ടി തുടങ്ങുന്ന സമയത്തുള്ള രണ്ട് പ്രതിഭാസമാണ്. സൃഷ്ടിക്ക് മുമ്പിൽ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുന്നതിനെക്കാട്ടി മുമ്പിലുള്ള രണ്ട് പ്രതിഭാസമാണ് ദേവന്മാരും അസുരന്മാരും. അതായത് ന്യൂട്ടന്റെ 3rd ലോ പ്രകാരം എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനെന്തുണ്ട്? ഒരു പ്രതിപ്രവർത്തനമുണ്ട്, അതിനെ എതിർക്കുന്ന ഒരു ശക്തിയുണ്ട്. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഒരു എതിർപ്പുണ്ട്, എതിർക്കുന്ന ഒരു ശക്തിയുണ്ട്. അങ്ങനെയാണ് സൃഷ്ടി, ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ എതിർക്കാൻ ഒരു ശക്തിനെ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. ആ എതിർപ്പിനെ മറികടന്നുകൊണ്ട് വേണം നമ്മൾ സൃഷ്ടി നടത്താൻ. ആ എതിർപ്പിനെ മറികടക്കാനാണ് നമ്മൾ ചൂടാക്കിയെല്ലാം ചെയ്യുന്നത്, ബലം പ്രയോഗിക്കുന്നത്. അപ്പൊ ആ ലോക പുരോഗതിക്കായിട്ട് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നിർഗുണമായ ബ്രഹ്മം ഒരു സുന്ദരമായ ലോകം പടിപടിയായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ലോകം പുരോഗമിക്കുകയാണ്. ആ പുരോഗമിക്കുമ്പോൾ എപ്പോഴും അതിനെ എതിർക്കുന്ന ഒരു ശക്തിയും, പുരോഗതിക്ക് എതിർക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് അസുരന്മാര്. ദാറ്റ് ഈസ് റിയാക്ഷൻ. അപ്പം ദേവന്മാർ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ലോകത്തെ, ആ ബ്രഹ്മം എന്താണോ ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു സുന്ദരമായ ലോകത്തിലേക്ക് കൊണ്ടുപോവുക. അസുരന്മാരെന്താണ് ചെയ്യുക? അതിനെ പാര വെക്കുക. അപ്പൊ അസുരന്മാരുടെ പ്രവൃത്തി പാപവും ദേവന്മാരുടെ പുണ്യവുമാണ്. അപ്പം അസുരന്മാരെ മറികടന്നുകൊണ്ട് വേണം ദേവന്മാര് മുന്നോട്ടേക്ക് പോകാൻ. അതായത് നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്തിട്ട് ഒരു ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കണ്ടെങ്കിൽ നമ്മൾ ത്യാഗം സഹിച്ച് ആ അസുരന്മാരെ തോൽപ്പിച്ചിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ. അതുകൊണ്ട് ദേവന്മാർ അസുരന്മാരുടെ പാപത്തെ ഭയന്നുകൊണ്ട് ത്രയീവിഹിതമായ കർമ്മം ആരംഭിച്ചു. 3 ലോകങ്ങളാണ് സൃഷ്ടിക്കുന്നത്. എല്ലാം 3ലൂട്ടിയാണ് സൃഷ്ടിക്കുന്നത്. എങ്ങനെയാണ് 3? ദ്വയമായിട്ട് സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരവസ്ഥയുണ്ട്. പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ്, അതിൻ്റെ നടുവിലുള്ള എന്താണ്? 0. പോസിറ്റീവ് അല്ല, നെഗറ്റീവ് അല്ല. പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ഇലക്ട്രോൺ ഉണ്ട്, അതിൻ്റെ നടുവിലുള്ള എന്താണ്? ന്യൂട്രോൺ. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, നടുവിലുള്ളതിന് 0. അപ്പം ഈ ത്രയ വിഹിതമായ കർമ്മമാണ് ഇവിടെ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേവന്മാർ ആ കർമ്മത്തിലൂടെയാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അസുരന്മാർ എന്ത് ചെയ്യും? അതിനെ തടുക്കുവാൻ ശ്രമിക്കും. അതുകൊണ്ട് ദേവന്മാർ എന്ത് ചെയ്തു? ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേവന്മാർ കർമ്മം ചെയ്യുക. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെ വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ. അപ്പൊ അസുരന്മാരെ സയൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനെ പാര വെക്കും. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? അതിനെ ഛന്ദസ് കൊണ്ട് മറച്ചു എന്ന് പറയുകയാണ്. ആ വേദങ്ങളിൽ എന്തുണ്ട്? ഛന്ദസ് ഉണ്ട്. ആ ഛന്ദസ്സിലൂടെ മാത്രമേ വേദങ്ങളുടെ ശരിയായ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. അസുരന്മാർക്ക് ഇത് പിടികിട്ടൂല. അസുരന്മാർ പുറത്തെന്തല്ലോ പറഞ്ഞ് കേൾക്കുന്നതും വിശ്വസിച്ചങ്ങ് നടന്നോളൂ. ശരിയായ അർത്ഥം അതിൻ്റെ അകത്ത് ഛന്ദസ്സിലൂടെ മറച്ചു വെച്ചിരിക്കുകയാണ്. അത് ദേവന്മാർക്കേ പിടികിട്ടുകയുള്ളൂ, അതിൻ്റെ ശരിയായ അർത്ഥം. അസുരന്മാർക്ക് ആ അർത്ഥം പിടികിട്ടില്ല. അതുകൊണ്ട് അതിനെ എതിർക്കാൻ പറ്റില്ല. സയൻസിൻ്റെ സഹായത്താലാണ് ദേവന്മാര് അസുരന്മാരെ തോൽപ്പിക്കുന്നത്. ശാസ്ത്രീയമായിട്ടാണ് ദേവന്മാർ അസുരന്മാരെ തോൽപ്പിക്കുന്നത്. സയൻസിൻ്റെ മുമ്പിൽ പിടിച്ചു വെക്കാൻ പറ്റില്ല അസുരന്മാർക്ക്.
അതേപോലെ വേദത്തിലാണല്ലോ സയൻസ് ഉള്ളത്. ആ വേദത്തിലെ സയൻസ് അവർക്ക് മനസ്സിലാകാതിരിക്കുന്നത് കൊണ്ട് വേണ്ടിയിട്ട് അതിനെ ഛന്ദസ് കൊണ്ട് മറച്ചു വെച്ചിരിക്കുകയാണ്. ഛന്ദസ് കൊണ്ട് എന്താണോ മറച്ചു വെച്ചത് അത് ഛന്ദസ്സുകളുടെ ഛന്ദസ്സായിരിക്കുന്നു. അപ്പൊ ഛന്ദസ്സിലൂടെ നമ്മൾ എന്തിനെയാണോ എന്തൊരു സത്യമാണോ മറച്ചു വെച്ചിരിക്കുന്നത് അത് ഛന്ദസ്സുകളുടെ ഛന്ദസ്സാണ് എന്ന് പറയാണ്. അതാണ് യഥാർത്ഥ സത്യം. ഇപ്പം വേദ പുരാണ ഉപനിഷത്തുക്കളിലുള്ള ശരിയായ അർത്ഥം അസുരന്മാർക്ക് മനസ്സിലാവില്ല. കാരണം അവർക്ക് ഛന്ദസ് എന്താണെന്ന് അറിയില്ല. ഛന്ദസ്സിലൂടെ നോക്കിയാൽ മാത്രമേ ശരിയായ അർത്ഥം പിടികിട്ടിയുള്ളൂ. അത് ദേവന്മാർ ചെയ്തു വെച്ച പരിപാടിയാണ്. അല്ലെങ്കിൽ സയൻസ് പിടികിട്ടിപ്പോയാൽ അസുരന്മാർ അത് വെച്ചിട്ട് പാര വെക്കുമല്ലോ. അതുകൊണ്ട് ഇവർക്ക് സയൻസ് പിടികിട്ടരുത്. അതുകൊണ്ട് ഛന്ദസ് കൊണ്ട് മറച്ചു. നമ്മളിപ്പം അരി ചോറാക്കുന്നതിനൊരു തടസ്സം ഉണ്ടാവില്ല, അരി എതിർക്കും. പക്ഷെ എങ്ങനെയാണ് മറികടക്കുന്നത്? സയൻസിലൂടെയാണ്. ചൂടാക്കുമ്പോൾ എതിർപ്പിന് പിടിച്ചു നിൽക്കാൻ പറ്റൂല. അപ്പം സയൻസിലൂടെയാണ് ദേവന്മാർ മുന്നോട്ടേക്ക് പോകുന്നത്. നല്ല ആൾക്കാർ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകുമ്പോൾ അസുരന്മാർ വായിക്കോന്നീം പറഞ്ഞുകൊണ്ട് നടക്കും. ആ ദേവന്മാരുടെ കർമ്മം ജലത്തിൽ മറച്ച മത്സ്യത്തെ പോലെ. ദേവന്മാരുടെ കർമ്മം ജലത്താൽ മറച്ച മത്സ്യത്തെ പോലെ. മത്സ്യത്തെ ജലത്തിൽ മറച്ചു വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലുള്ള മത്സ്യത്തെ നമുക്ക് മറച്ചു വെച്ചിരിക്കുകയാണ്. അതിനെ വെടിവെക്കാനും പാടാണ്. കാരണം യഥാർത്ഥത്തിലുള്ള അവസ്ഥയിലല്ല അത് കാണും. അത് സയൻസ് പഠിച്ച കാര്യമാണ്. നമ്മൾ മത്സ്യത്തെ വെള്ളത്തിൻ്റെ അടിയിൽ ഒരു മത്സ്യം കണ്ടാൽ വെടിവെച്ച് കഴിഞ്ഞാൽ അത് കൊള്ളൂല്ല. കാരണം യഥാർത്ഥത്തിൽ അത് അവിടെയല്ലേ ഉള്ളൂ, കുറച്ച് മാറിയിട്ടാണുള്ളത്. അതുകൊണ്ട് വെള്ളത്തിലുള്ളത് വെടിവെക്കാൻ കുറച്ച് പാടാണ്. വെള്ളത്തിൻ്റെ അടിയിൽ എത്തുമ്പോൾ ചെരിഞ്ഞു കളയും. അതിൻ്റെ ഇമേജ് ചെരിഞ്ഞ് നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട്. ഋഗ്വേദത്തിലും സാമത്തിലും യജുർവേദത്തിലും അതുണ്ട്. ഏതുണ്ട്? ഇതെല്ലാം തന്നെയാണ് മറച്ചു വെച്ചിട്ടാണുള്ളത്. അവർ യജ്ഞകർമ്മം ഋക്കിലും സാമത്തിലും യജുസിലൂടെയും തന്നെ നടത്തി. അവർ എല്ലാ യജ്ഞങ്ങളും ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നീ സയൻസിലൂടെയാണ് അവർ ദേവന്മാരെ യജ്ഞം ചെയ്യുന്നത്. അപ്പം സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേവന്മാർ യജ്ഞം ചെയ്യുന്നത്. ഏതെല്ലാം സയൻസ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം. അത് ഛന്ദസ്സുകളോട് മറച്ചു വെച്ചിട്ടുകൊണ്ടാണ് ദേവന്മാർ അതിൻ്റെ അർത്ഥമുള്ള ശരിയായ സയൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. അതിൽ റോക്കറ്റ് ഉണ്ടാക്കേണ്ട വഴിയുണ്ട്, വിമാനം ഉണ്ടാക്കേണ്ട വഴിയുണ്ട്. അത് ശാസ്ത്രജ്ഞന്മാർ അതിൽ നോക്കിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് വിദേശികൾ പണ്ട് എന്തെല്ലാം വിദേശികൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ അവർ വേദത്തിൽ നിന്നെല്ലാം കുറേയെല്ലാം അടിച്ചു കൊണ്ടുപോയിട്ട് അതെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണുള്ളത്. മറ്റുള്ള മതഗ്രന്ഥങ്ങളുടെ അടിത്തറയെല്ലാം തന്നെ വേദത്തിൽ നിന്നാണ്. നമുക്കറിയാലോ, വിദേശികൾ വന്നപ്പോൾ ആദ്യമായിട്ട് ഋഗ്വേദം, യജുർവേദം, സാമവേദം ഇതെല്ലാം അവർ ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തത് ആരാണ്? വിദേശികളാണ്. അവർ വന്നിട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ആദ്യം പരിഭാഷ ചെയ്യുകയാണ്. നമ്മൾ പോലും അത് തൊട്ടു നോക്കാൻ നിന്നിട്ടില്ല. പക്ഷെ അവർ കുത്തിപ്പിടിച്ചിരുന്ന് എല്ലാം പരിഭാഷ ചെയ്തിട്ട് വിദേശികളാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നുള്ള ചില ഐഡിയകളെല്ലാം വെച്ചിട്ട് തന്നെയാണ് വിദേശികൾ കുറേയെല്ലാം കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കതിനൊന്നുമില്ല. നമുക്ക് വേദത്തിൽ അർത്ഥമില്ലല്ലോ. എന്തെല്ലോ വായിക്കുമെന്ന് പറഞ്ഞ് അടക്കലാണല്ലോ നമ്മളെ ജോലി. പക്ഷെ വിദേശികൾ വന്ന ഉടനെ തന്നെ ചെയ്തത് ഇതെല്ലാം വിവർത്തനം ചെയ്യുകയാണ് അവരുടെ ഭാഷയിലേക്ക്, എത്രയോ വർഷങ്ങൾ എടുത്തിട്ട്. അപ്പം അവരത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ദേവന്മാര് യജ്ഞകർമ്മം ഋക്കിലും സാമത്തിലും യജുസിലും തന്നെ നടത്തി. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ദേവന്മാർ യജ്ഞം നടത്തി. അസുരന്മാർക്ക് ആ സയൻസ് പിടിയില്ലാത്തതുകൊണ്ട് അവർ എതിർക്കാനെല്ലാം നോക്കും. പക്ഷേ അവർ തോറ്റുപോകും. ലോകം മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് സയൻസിൻ്റെ മുന്നിൽ ഈ അന്ധവിശ്വാസികൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്. സയൻസിൻ്റെ മുമ്പിൽ അന്ധവിശ്വാസം വായിക്ക് തോന്നിയെല്ലാം പറഞ്ഞു നടക്കും. കേൾക്കുമ്പോൾ നല്ല സുഖമുള്ളതായിട്ട് തോന്നും. സാധാരണ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത സാധാരണ ജനങ്ങൾക്ക് കേൾക്കുമ്പം വലിയ
എന്തെല്ലോ കാര്യമാണെന്ന് തോന്നും. മണ്ടത്തരങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷേ സയൻസാണ് ആ അന്ധകാരത്തെ, അജ്ഞാനത്തെ മാറ്റിയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ശാസ്ത്രമാണ്. സയൻസിന്റെ മുമ്പിൽ ഒന്നിനും ഈ തട്ടിപ്പുകൾക്കും ദുർവ്യാഖ്യാനങ്ങൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എപ്പോൾ ഋക്കിനെ അധ്യയനത്തിലൂടെ പ്രാപിക്കുന്നുവോ അവർ ഓം എന്ന ആദരവോടെ ഉച്ചരിക്കണം. ആരാണോ ഋക്കിനെ അല്ലെങ്കിൽ ഋഗ്വേദത്തെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജ്ഞാനങ്ങളെയും അധ്യയനത്തിലൂടെ പ്രാപിക്കുവാൻ ശ്രമിക്കുന്നുവോ അവർ ഓം എന്ന ആദരവോടെ ഉച്ചരിക്കണം. എന്താണ് ഓമിന്റെ ഉദ്ദേശം? ഓമിലൂടെയാണ് നിർഗുണമായ ബ്രഹ്മം ദൃശ്യപ്രപഞ്ചമായി മാറിയിട്ട് ഇങ്ങനെ പടിപടിയായിട്ട് പുരോഗമിച്ചിട്ട് സുന്ദരമായ ഒരു ലോകമായി തീരുന്നത്. അവസാനം വസുദേവ കുടുംബം, എല്ലാവരും ഒരു കുടുംബത്തിലെ അങ്ങത്തെ പോലെ ലോകം മുഴുവൻ ഒരു തറവാട്, ലോകമേ തറവാട്. ആ യജ്ഞത്തില് ഈ ഋഗ്വേദ എല്ലാം പഠിക്കുന്നവർ ശരിയായ അർത്ഥം പഠിച്ചിട്ട് ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിന് ഓം എന്നുച്ചരിക്കണം. ഓമിന്റെ ലക്ഷ്യം എന്താണ്? സുന്ദരമായ ആ ലോകത്തിലേക്ക് എത്തിക്കുക. ഇതേപോലെ സാമത്തെയും യജുർവേദത്തെയും സമീപിക്കണം. അപ്പോൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചിട്ട് ലോകത്തെ ഓംകാരം കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത്, നിർഗുണമായ ബ്രഹ്മം ഒരു സുന്ദരമായ ലോകം പഠിത്തുകൊണ്ടിരിക്കുകയാണ്. കലിയുഗത്തിന്റെ അവസാനത്തിൽ വസുദേവ കുടുംബത്തിലേക്ക് അവിടെ എത്തിക്കാൻ ശ്രമിക്കണം. ആ അക്ഷരം സ്വരമാകുന്നു. അത് തന്നെയാണ് സ്വരം. ഇത് അമൃതത്വവും അഭയവുമാണ്. അതാണ് അമൃതത്വം. ശാശ്വതമായ ലക്ഷ്യം അതാണ്. ബ്രഹ്മം വിഭാവനം ചെയ്ത ലക്ഷ്യം അതാണ്. ഓംകാരം വിഭാവനം ചെയ്ത ലക്ഷ്യമാണ്. അവിടെയാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. അതാണ് അമരത്വം പ്രാപിക്കൽ. അത് അഭയവുമാണ്. നമ്മുടെ എല്ലാം രക്ഷ ആ ഒരു വഴി പിന്തുടരുകയാണ്. ഇതിലൂടെ ദേവന്മാർ അമരന്മാരും അഭയന്മാരും ആയി ഭവിച്ചു. ഇതിലൂടെയാണ് ദേവന്മാർ വിജയിച്ച് മുന്നോട്ടേക്ക് പോകുന്നത്. അവർ അമരന്മാരായി തീരുന്നത്. അവർ ലോകത്തെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക തന്നെ ചെയ്യും. ദേവന്മാരെ പോലെ യാതൊരാൾ അമരത്വവും അഭയത്വവും ഉൾക്കൊള്ളുന്ന ഗുണത്തെ അറിഞ്ഞ് സ്മരിക്കുന്നുവോ, ദേവന്മാരെ പോലെ ആരെങ്കിലും ആകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അതായത് ദേവന്മാരുടെ ലക്ഷ്യം എന്താണ്? ഒരു സുന്ദരമായ ലോകം കെട്ടിപ്പടുക്കുക. അതിനുവേണ്ടി സയൻസിൻ്റെയും എല്ലാം സഹായത്തോടുകൂടി ലോകത്തെ മുന്നോട്ടേക്ക് നയിച്ച് ആ ലക്ഷ്യത്തിലെത്തിക്കുവാൻ, അതിലൂടെ അമരത്വം ആരെങ്കിലും പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ സ്വരത്തിലൂടെ അമരത്വത്തിലേക്കും, ഓം എന്ന ആ സ്വരത്തിലൂടെ അമരത്വത്തിലേക്കും അഭയത്തിലേക്കും പ്രവേശിക്കുന്നു. അങ്ങനെ അവർ ദേവന്മാരെ പോലെ അമരത്വത്തോടു കൂടിയവരായിത്തീരുന്നു. അങ്ങനെ ആരെങ്കിലും നീങ്ങുന്നുണ്ടെങ്കിൽ ദേവന്മാരെ പോലെ അമരത്വം നേടും. അപ്പൊ എന്തു വേണം? ഋഗ്വേദ, യജുർവേദ, സാമവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ശാസ്ത്ര തത്വങ്ങൾ, അതിലിപ്പോൾ ഇല്ലാത്ത തത്വങ്ങളില്ല. ആ തത്വത്തിലൂടെ എന്തിനാണോ ഓമിലൂടെ ഓം ശ്രമിക്കുന്നത്, നിർഗുണമായ ബ്രഹ്മം ഒരു സുന്ദരമായ ലോകമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആ യജ്ഞത്തിൽ പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക, സയൻസിലൂടെ മുന്നോട്ടേക്ക് പോവുക. സ്വാഭാവികമായിട്ടും അതിനെ അസുരന്മാരെയും സൃഷ്ടിച്ചിട്ടുണ്ട്, എതിർപ്പുമുണ്ട്. ആ എതിർപ്പിനെ മറികടന്നുകൊണ്ട് എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, ആ റിയാക്ഷനെ മറികടന്നുകൊണ്ട് ആ അസുരന്മാരെ, കാലത്തെ പിന്നോട്ടേക്ക് വലിക്കാൻ ശ്രമിക്കുന്നവരെ തട്ടിമാറ്റിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ. എന്നിട്ട് ആ സുന്ദരമായ ഏറ്റവും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വേദത്തിൽ പറഞ്ഞ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും സുന്ദരമായ ലോകത്തിലേക്ക് എത്തിച്ചേരാൻ.